ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മട്ടൻ കറി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഓരോ വീട്ടിലും നമ്മൾ ഓരോ രീതിയിലായിരിക്കും മട്ടൻ കറി വെക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് മട്ടൻ കറി വെക്കുന്നതെന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ അതിനായിട്ട് നമ്മൾ 1.5 കിലോ മട്ടൻ വാങ്ങിയിട്ടുണ്ട്. പെർലനായ മട്ടൻ കറി അല്ല നമ്മൾ തയ്യാറാക്കുന്നത്, നല്ല കറിയോട് കൂടിയ മട്ടൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 വലിയ സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളിയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്, പിന്നെ കുറച്ച് കരിവേപ്പില, മല്ലിച്ചപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, മട്ടൻ മസാല, എല്ലാം എത്രയാണോ ഇറച്ചിയുള്ളത് അതിനനുസരിച്ച് എടുക്കാനായിട്ട് നോക്കണം. മട്ടൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഒരു 2-3 പ്രാവശ്യമെങ്കിലും കഴുകി വൃത്തിയാക്കി എടുക്കാനായിട്ട് നോക്കണം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം, ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. 1 ഗ്ലാസ് ആവശ്യമില്ല, എന്നാൽ കൂടി കറി ആയതുകൊണ്ടാണ് 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുള്ളത്. ഇനി ഇത് ഒരു 6 വിസിൽ വരെ വേവിച്ചെടുക്കാം. സവാള നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. തക്കാളിയും കറിവേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചതച്ചെടുക്കാം. നമ്മൾ പേസ്റ്റ് ആക്കരുത്, ഇതേപോലെ ചതച്ചെടുക്കണം. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയുള്ളി വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സവാള നന്നായി ഗോൾഡൻ ബ്രൗൺ കളറിൽ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി, ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിൻ്റെ ഇല എന്നിവ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമണം മാറി തുടങ്ങുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മട്ടൻ മസാല, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കാം. പൊടികൾ നന്നായി വറുത്തെടുക്കണം. ഇപ്പോൾ പാകമായി വന്നിട്ടുണ്ട്. ഇറച്ചി അപ്പോഴേക്കും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇറച്ചി 6 വിസിലാണ് ഞാൻ അടിച്ചിട്ടുള്ളത്. ഇറച്ചി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഉപ്പ് പാകമാണോ എന്ന് ശ്രദ്ധിക്കണേ. ഇനി ഇതൊരു 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പ് എന്നിവ ചേർത്ത് കൊടുത്ത് കറി ഇറക്കി വയ്ക്കാവുന്നതാണ്. അപ്പോൾ സ്വാദിഷ്ടമായ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായം കമൻറ്റായി അറിയിക്കണേ.